വളരെയേറെ സന്തോഷത്തോടുകൂടിയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് 10ാം വാർഷിക ചടങ്ങുകളിൽ നമ്മൾ പങ്കുചേരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ റേഡിയോയും ചാരിറ്റി വേൾഡും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായി നിന്ന് പ്രവർത്തിക്കുകയാണ്. നാടിൻ്റെ സമസ്ത മേഖലകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് കലാരംഗത്തും കായിക രംഗത്തും കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും എല്ലാ മേഖലകളെയും ഒരു നാടിൻ്റെ സ്പന്ദനങ്ങളെ മുഴുവൻ തൊട്ടറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സഞ്ചരിക്കുവാൻ നമ്മുടെ റേഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി വേൾഡിൻ്റെ ഭാഗമായിട്ട് പുനശ്ശേരി അച്ഛനോടൊപ്പം 2 പഞ്ചായത്തിൽ ജനറൽ കൺവീനറായിട്ടിരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അച്ഛനോടൊപ്പം ഏതാണ്ട് 20ഓളം പഞ്ചായത്തിൽ അച്ഛനോടൊപ്പം സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ലഭിച്ചിട്ടുള്ള ഒരനുഗ്രഹവും ഈ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോഴും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോഴും നമുക്കുണ്ടാകുന്ന വേദനയും എന്തെങ്കിലുമൊക്കെ അവശത അനുഭവിക്കുന്ന നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹവും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ അതൊക്കെ പ്രാവർത്തികമാക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ ചാരിറ്റിയും ഓരോ സെലിബ്രേഷനായിട്ട് പിതാവ് പറഞ്ഞത് വളരെ വലിയൊരു സന്ദേശമാണ്. സെലിബ്രേഷനുകൾ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ആഘോഷങ്ങൾക്ക് വലിയ അർത്ഥമുണ്ടാവും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരെല്ലാവരും റേഡിയോയെ അതുപോലെ സ്നേഹിച്ചിട്ടുള്ളവരാണ്. തങ്ങളുടെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ റേഡിയോയും അതുപോലെ തന്നെ ചാരിറ്റി വേൾഡിനെയും ഡോക്ടർ പടനിലം ഡോക്ടറുടെ വീട്ടിൽ നിരന്തരമായിട്ട് ഞാൻ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ നിരന്തരം എത്തിച്ചേരാറുണ്ട്. അവിടെയൊക്കെ ഇവിടെ ഹരിച്ചേട്ടൻ പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരിയുടെ മതസൗഹാർദ്ദം ബുദ്ധിമുട്ടനുഭവിക്കുന്ന കഷ്ടപ്പാടനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നതിന് അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗവർണ്ണ ചിന്തകൾക്കതീതമായി നമുക്കറിയാം, ഇന്ന് വാർത്താ മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാൽ നെഗറ്റീവ് വാർത്തകൾ കൊടുത്തുകൊണ്ട് റേറ്റിംഗ് കൂട്ടുവാൻ വേണ്ടി നടക്കുന്നൊരു കാലഘട്ടമാണ്. നവമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് വാർത്തകൾ മാത്രമേ ഉള്ളൂ. ആ നെഗറ്റീവ് വാർത്തകൾ കൊണ്ട് എങ്ങനെ റേറ്റിംഗ് കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് പല മാധ്യമങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും വ്യത്യസ്തമായി ഒരു നാടിൻ്റെ സ്പന്ദനത്തെ തൊട്ടറിഞ്ഞുകൊണ്ട് നാടിൻ്റെ വാർത്തകളും നാടിൻ്റെ ആഗ്രഹങ്ങളും നാടിൻ്റെ ദുഃഖങ്ങളും സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒട്ടേറെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോയുടെയും ചാരിറ്റി വേൾഡിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും SNDP ചങ്ങനാശ്ശേരി യൂണിയൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. തുടർന്നും റേഡിയോയുടെയും ചാരിറ്റി വേൾഡിൻ്റെയും ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.